നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 321 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരദൻ ലങ്കയിലെത്തി. രാവണനെ കണ്ടു. ഞാൻ നിന്നെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ വലിയ ശിവഭക്തനാണെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് നിന്നെ കാണാൻ അതിയായിട്ട് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ വന്നത്. മാത്രമല്ല, എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം സംസാരിച്ച് തുടങ്ങുമ്പോൾ പറയുന്ന എന്താണ്? നീ യുദ്ധത്തിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്താണ് നേടിയത്? നീ കൊന്നില്ലെങ്കിലും മനുഷ്യരാണോ? അവർ എന്നെങ്കിലും ഒരിക്കൽ മരിക്കുക തന്നെ ചെയ്യും. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. നീ കൊന്നാൽ മാത്രമേ അവർ മരിക്കൂ എന്നില്ല. പിന്നെ നീ എന്താണ് നേടിയത്? മനുഷ്യർ പല രീതിയിലും മരിക്കും, നാരദ മഹർഷി പറയുന്നു. ചിലപ്പോൾ മഹാരോഗങ്ങൾ കൊണ്ട് മരിക്കും. ചിലപ്പോൾ പല ദുഃഖങ്ങൾ കാരണം മരിക്കാം. എങ്ങനെ മരിച്ചാലും നാരദൻ പറയുന്നു, എല്ലാവരും ഒരേ സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. യമപുരിയിൽ, യമൻ്റെ ലോകത്ത്, കാലൻ്റെ സവിധത്തിൽ. അവിടെയാണ് മരിച്ചാലും കൊന്നാലും കൊല്ലപ്പെട്ടാലും ഒക്കെ ജീവൻ വെടിയുന്ന എല്ലാ ആൾക്കാരും ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത്. പിന്നെ കൊന്നതുകൊണ്ട് നിനക്ക് എന്ത് കീർത്തിയാണ്, എന്ത് പ്രശസ്തിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്? നീ എന്താണ് കരുതിയത്? ഇപ്പം ദുഃഖിതരായ കുറച്ച് മനുഷ്യരെ നീ കൊന്നൊടുക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഒരു കാര്യവുമില്ല, നിനക്ക് ഒരു കീർത്തിയും അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നില്ല. ആ മരണം എന്നുള്ള ശാശ്വതമായ സത്യത്തെക്കുറിച്ചൊക്കെ നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം രാവണൻ ഓർത്ത് നോക്കി, ഈ പറയുന്നതൊക്കെ ശരിയാണല്ലോ, ഈ നാരദൻ പറയുന്നതൊക്കെ സത്യമാണല്ലോ എന്ന് രാവണൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയും, അങ്ങ് എനിക്ക് വളരെ ഉത്തമമായ ഒരു ബുദ്ധിയാണ് എനിക്ക് അങ്ങ് ഉപദേശിച്ച് തന്നിരിക്കുന്നത്. ഈ മനുഷ്യരെയൊക്കെ ഇങ്ങനെ വെറുതെ കൊന്നൊടുക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ രാവണൻ തീരുമാനിക്കുന്നു, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം. എനിക്കൊരു പുതിയ ഐഡിയ തോന്നുന്നു അങ്ങയുടെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പാതാളത്തിൽ പോയിട്ട്, മനുഷ്യരെ കൊന്നാലല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത്, അപ്പോൾ ഞാൻ പാതാളത്തിൽ പോയിട്ട് യുദ്ധം ചെയ്ത് അവിടെ സർപ്പരാജനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും ഒക്കെ തോൽപ്പിക്കാം. അപ്പോൾ ഞാൻ പാതാളത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഞാൻ ദേവലോകത്ത് പോകാം. അവിടെ ദേവലോകത്ത് പോയി ദേവയെ തന്നെയും മറ്റ് ദേവതകളെയും തോൽപ്പിക്കാം. ഇത് കേട്ടപ്പോൾ നാരദൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. നാരദൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഈ ദേവലോകത്തിരിക്കുന്നവർ. നാരദന് അപകടം മണത്തു. പറഞ്ഞ് വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ആയിപ്പോയോ? ഞാൻ ഇയാളെ ഉപദേശിക്കാൻ പോയിട്ട് അവസാനം എൻ്റെ ആൾക്കാരെ തന്നെ ഇയാൾ കൊന്നെടുക്കുന്ന രീതിയിലോട്ടാണോ കാര്യങ്ങൾ വരുന്നത്? അപ്പോൾ ഒരു കാരണവശാലും നാരദൻ തീരുമാനിച്ചു, ഈ രാവണൻ ദേവലോകത്ത് എത്തിപ്പെടരുത്. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ രാവണന് മുൻപിൻ നോട്ടമൊന്നും ഇല്ലല്ലോ. യുദ്ധം നടക്കും, എന്തും സംഭവിക്കാം. എന്തിനാണ് അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നത്? അതുകൊണ്ട് ഈ രാവണൻ ഇയാൾ എങ്ങനെയെങ്കിലും ദേവലോകത്ത് വരുന്നത് തടയുക തന്നെ വേണം. അപ്പോൾ അദ്ദേഹം പറയും, ആശയം കൊള്ളാം കേട്ടോ, ഐഡിയ കൊള്ളാം, പക്ഷേ അതിനൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്, ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്താണത്? ഈ സർപ്പലോകത്തേക്കാണല്ലോ ആദ്യം പോകേണ്ടത്. പക്ഷേ അങ്ങനെ പോകണമെങ്കിൽ യമലോകത്തിൻ്റെ അടുത്തുകൂടെ മാത്രമേ സർപ്പലോകത്തേക്ക് പോകാനൊക്കൂ. അപ്പോൾ ഇതേ ചോദിക്കുക, അതിനെന്താ, അതുവഴി പോയാലെന്താ? അതൊന്നും ഞാൻ പറഞ്ഞുതരാം. യമദേവനെ അറിയാമല്ലോ, ഈ കാലനെ അറിയാമല്ലോ. ആളത്ര ശരിയായ ആളല്ല. അയാൾ ഒരാളിനെയും അയാളുടെ ലോകത്തിന് അടുത്തുകൂടി 7 അയലത്തുകൂടി പോലും ഒരാളിനെയും അതിലേക്ക് കടത്തിവിടില്ല. അപ്പോൾ രാവണൻ ചോദിക്കും, പിന്നെന്താണ് ഒരു മാർഗം? അപ്പം അഹങ്കാരിയായിട്ടുള്ള രാവണൻ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ അതിന് സ്വയം മറുപടിയും പറയും, അങ്ങയുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി, എന്നെ ശരിക്കും അറിയില്ല അങ്ങേക്ക്. അതുകൊണ്ടാണ് അങ്ങ് എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കൂ, ഞാൻ ഈ കാലിനെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. ഇതായിരുന്നു നാരദനും വേണ്ടത്. അപ്പോൾ അത് രാവണനെ കൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ നാരദനത് പറയിപ്പിക്കും. രാവണൻ പറഞ്ഞു, എനിക്ക് എന്നെപ്പറ്റി അങ്ങ് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ ആരാണെന്ന്. ഞാൻ കാലിനെയും തോൽപ്പിക്കും, നോക്കിക്കോ എന്ന് പറയും. ഇനി ഒരു യുദ്ധ കോലാഹലം തന്നെ കാണാം എന്നുള്ള ആശ്വാസത്തോടു കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആ ഒരു സന്തോഷത്തോടു കൂടി നാരദൻ അവിടെ നിന്ന് സ്ഥലം വിടും. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്?
വേറെ എങ്ങും അല്ല പോകുന്നത്, നേരെ കാലിൻ്റെ അടുത്തോട്ട് തന്നെ പോകും, യമപുരിയിലേക്ക് തന്നെ പോകും. സാക്ഷാൽ യമദേവൻ്റെ അടുത്തേക്ക് തന്നെയാണ് നാരദൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ രാവണൻ വരുമെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമല്ലോ, എന്നാലല്ലേ ഒരു സംഘർഷം ഉണ്ടാകും. അങ്ങനെ യമദേവൻ നാരദ മഹർഷിയെ യഥാവിധി സ്വീകരിച്ചു, പൂജിച്ചു. അങ്ങ് ഉപേഷ്ടനായാലും എന്ന് പറഞ്ഞിട്ട് വളരെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയിട്ട് അങ്ങേറ്റത്തെ ആദരപൂർവ്വം ചോദിക്കും, അങ്ങേക്ക് സുഖമാണോ? അങ്ങ് ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയിൽ നിന്നല്ലേ വരുന്നത്? അവിടെ എന്തുണ്ട് വിശേഷം ഭൂമിയിൽ? അങ്ങ് 3 ലോകങ്ങളിലും പോകുന്ന ആളല്ലേ, 3 ലോകങ്ങളിലെയും വിശേഷങ്ങൾ, വാർത്തകളൊക്കെ പറഞ്ഞാലും ഇനി അത് പുതിയ വാർത്തകൾ എന്തെങ്കിലും അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പം നാരദൻ പറയും, ഒന്നും പറയണ്ട, ഞാനൊരു വാർത്തയും കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ആ ലങ്കയിലെ ആ രാജാവില്ലേ രാവണൻ, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ വരുന്നതെന്നറിയാമോ? അങ്ങയുമായി യുദ്ധം ചെയ്യാൻ. അവന് കാലനെ ജയിക്കണം പോലും. എന്ത് പറയാനാ? അപ്പം ഞാൻ എന്നിട്ട് പറയും, യമനെ ഒന്ന് പൊക്കിക്കൊടുക്കും, അങ്ങയുമായി യുദ്ധം ചെയ്താൽ, അങ്ങയുടെ ദണ്ഡമേറ്റാൽ ഏത് ജീവിയും മരിക്കും എന്നാണല്ലോ പറയുന്നത്. ഇന്ന് അറിയണം അതെനിക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും യമനെ കൊണ്ട് രാവണനെ കൊല്ലിക്കണം, ഇതേ ഉള്ളൂ നാരദൻ്റെ ഉദ്ദേശം. അങ്ങനെ ദേവേന്ദ്രനും മറ്റ് ദേവന്മാർക്കൊന്നും രാവണൻ്റെ ഉപദ്രവമൊന്നുമില്ലാതെ സുഖമായി വാഴാനുള്ള അവസരവും ലഭിക്കും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി യമദേവൻ ഉടൻ തന്നെ യുദ്ധത്തിന് തയ്യാറാകാൻ തൻ്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകി. യുദ്ധത്തിൻ്റെ പെരുമ്പറ മുഴങ്ങി. രാവണൻ എത്തിയില്ല, അതിനു മുമ്പ് തന്നെ പെരുമ്പറ മുഴങ്ങി. ശത്രു ഇങ്ങോട്ട് എത്തിച്ചേരണം. ആ സമയം തന്നെ, അപ്പോൾ തന്നെ യുദ്ധം ഒട്ടും താമസിക്കാതെ തന്നെ യുദ്ധം ആരംഭിക്കാം എന്നാണ് യമദേവൻ കണക്ക് കൂട്ടിയത്. ആ സമയത്ത് രാവണൻ തന്നെ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം താഴേക്ക് നോക്കുമല്ലോ, അല്ലെ, വിമാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം താഴേക്ക് നോക്കുമല്ലോ. നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നരകത്തിലെ കാഴ്ചകളാണ് കാണുന്നത്. നടുക്കുന്ന ഭയാനകമായ ഭീകരമായ നരകത്തിലെ കാഴ്ചകളാണ് രാവണൻ ആകാശത്ത് പുഷ്പക വിമാനത്തിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. എന്തൊക്കെയാണ് കാണുന്നത്? പാപികളായിട്ടുള്ള ആൾക്കാർ, ആ നരകത്തിൽ ചെല്ലുന്നവരുണ്ടല്ലോ, അവരെ പീഡിപ്പിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു. പുണ്യം ചെയ്തവരെ ആകട്ടെ മനോഹരമായ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള ഭവനങ്ങളിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗവും കണ്ടു നരകവും കണ്ടു രാവണൻ മുകളിൽ നിന്ന് നോക്കിയിട്ട്. അപ്പം ഒരു തരത്തിലുള്ള നരകമല്ല എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ശൂലപ്രോതം ഒരു നരകത്തിൻ്റെ പേരാണ്. മറ്റൊരു മഹാനരകത്തിൻ്റെ പേരാണ് അസിപത്രവനം. മറ്റൊരു മഹാനരകത്തിൻ്റെ പേരാണ് വൈതരണി. ഇപ്പം ഇങ്ങനെയുള്ള പല പേരുകളിൽ പലതരത്തിലുള്ള മഹാനരകങ്ങളുണ്ട്. അവിടെയെല്ലാം പാപികളായിട്ടുള്ള മനുഷ്യരെ പലതരത്തിൽ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭയാനകമായ ഭീകരമായ അതിദയനീയമായ കാഴ്ചയാണ് രാവണൻ ആകാശത്ത് പുഷ്പക വിമാനത്തിലിരുന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. അതേസമയം സൈമിൾട്ടേനിയസ് അതോടൊപ്പം തന്നെ രാവണന്റെ പുഷ്പക വിമാനം എപ്പോൾ താഴെ ഇറങ്ങുന്നു, അപ്പോൾ തന്നെ യുദ്ധം ചെയ്യാനായിട്ട് സന്നദ്ധരായി യമദേവനും സൈന്യവും പെരുമ്പറയും മുഴക്കി എല്ലാ സന്നാഹങ്ങളോടും കൂടി അവിടെ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തും സംഭവിക്കാം. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത 322ാമത്തെ ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.